പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട രാത്രി സമയം, ഉപവാസത്തിൻ്റെ 6-ാം ദിവസം, 12-ാം സെക്ഷൻ, ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോട് ഉപവാസത്തോടായിരിക്കുന്ന പ്രിയരെ, നിങ്ങളെ ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ പ്രിയ ബീനാൻറ്റി, എല്ലാവരെയും ഓർത്തുകൊണ്ട് കർത്താവിന് നന്ദി പറയുന്നു. നിങ്ങളോട് ഓരോരുത്തരോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഈ രാത്രികാലം പ്രാർത്ഥനയോടെ, എല്ലാവരും ഉപവാസത്തോടെ ആയിരിക്കും. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും എന്തുമാത്രം പ്രാധാന്യമുണ്ട് എന്ന് തെളിയിക്കുന്ന സംഗതികളാണ് നമുക്ക് ചുറ്റിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ സേഫസ്റ്റ് കൺട്രി എന്ന് പറഞ്ഞ് 2-ാം സ്ഥാനം വാങ്ങിയതാണ് ഞങ്ങൾ താമസിക്കുന്ന UAE അബുദാബി. 4 എണ്ണം പൊട്ടി. അപ്പോൾ ഇതിനെല്ലാം ഒരു പരിധിയുണ്ട്. ലോകം സേഫസ്റ്റ് ആണെന്ന് പറഞ്ഞാലും തമ്പുരാൻ്റെ കൃപയില്ലെങ്കിൽ ഒന്നുമില്ല. കഴിഞ്ഞ ദിവസം രാവിലെ 6 മണിയോടുകൂടി ദുബായ് എയർപോർട്ടിൽ, അതായത് ദുബൈയിൽ 3 എയർപോർട്ടുണ്ട്. 3-ാമത്തെ എയർപോർട്ട് ഇവിടുത്തെ എമിറേറ്റ്സ് ഫ്ലൈറ്റ്സിന് മാത്രം പോകാനുള്ള എയർപോർട്ടാണ്. ആ എയർപോർട്ടിൽ തന്നെ ഒരു ഡ്രോൺ വീണു. രാവിലെ 6 മണിക്ക് വീണത് വൈകുന്നേരം ഏകദേശം 5 മണിയോടുകൂടിയാണ് അവർക്ക് ആ തീ അണയ്ക്കാൻ സാധിച്ചത്. ആ എയർപോർട്ടിന് 2 തലയ്ക്കലും റോഡുണ്ട്. 2 റോഡും ബ്ലോക്കായി 7 മണിയോടുകൂടിയാണ് ആ റോഡുകൾ തുറക്കാനിട വന്നത്. ഇത്രത്തോളം പ്രശ്നങ്ങൾ ഈ ദേശത്ത് നടക്കുമ്പോഴും പക്ഷേ ദൈവം തൻ്റെ ജനത്തെ ഒരു കുറവും കൂടാതെ, ഒരു പ്രതിസന്ധിയുടെ നടുവിലും കുഴഞ്ഞു പോകാനോ വീണു പോകാനോ അനുവദിക്കാതെ വണ്ണം ആ തമ്പുരാൻ നടത്തിക്കൊണ്ടു പോകുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇന്ന് രാത്രികാലം പ്രാർത്ഥനയോടായിരിക്കുന്ന പ്രിയരെ, എസ്തർ ഇങ്ങനെ പറഞ്ഞു, ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ, പക്ഷെ ഞാനൊരു കാര്യം ചെയ്യും. അതിനു മുന്നമേ, ആ കാര്യം ചെയ്യുന്നതിന് മുന്നമേ മൊർദെഖായോടും കൂട്ടുകാരോടും വിളിച്ചു പറഞ്ഞു, നിങ്ങൾ 3 ദിവസം ഉപവസിക്കണം. രാജാവിൻ്റെ ചെങ്കോൽ നീട്ടിയില്ല എങ്കിൽ കാര്യങ്ങൾ പ്രശ്നമാണ്. പക്ഷേ ഉത്തരങ്ങളൊന്നും മുമ്പിലില്ല. നിശ്ചയിച്ച കാര്യങ്ങൾ നടക്കണമെന്നുള്ള യാഥാർത്ഥ്യങ്ങളൊന്നും മുമ്പിലില്ല. പക്ഷേ എസ്തേറിൻ്റെ അകക്കണ്ണിൽ അവൾ വിശ്വാസത്തോടെ കാണുവാൻ സാധിച്ചു, രാജാവ് എൻ്റെ നേരെ തൻ്റെ പൊൻചെങ്കോൽ നീട്ടും. ഈ ഉപവാസം കഴിഞ്ഞ് ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കാൻ ചെല്ലുമ്പോൾ രാജാവിൻ്റെ പൊൻചെങ്കോൽ എൻ്റെ നേരെ നീട്ടുവാൻ ഇടവരും. ആ നീട്ടുവാൻ ഇട വന്നു കഴിഞ്ഞാൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കെൻ്റെ കാര്യങ്ങളെ രാജാവിനോട് ബോധിപ്പിക്കാൻ സാധിക്കും. ഇത് എസ്തറിൻ്റെ ഉള്ളിൽ കത്തിയ വിശ്വാസം. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ഇതിനകത്ത് കൂടിയിരിക്കുന്ന പ്രിയരെ നമ്മോട് വിളിച്ചു പറയുന്നു, നമ്മുടെ ഏത് പ്രതികൂലത്തിന്റെ മധ്യയും ദൈവസന്നിധിയിൽ ഒന്ന് മുഴങ്കാലും അടക്കാൻ തയ്യാറാണോ? ദൈവസന്നിധിയിൽ ഒന്ന് നമ്മുടെ വിഷമങ്ങൾ പകരുവാൻ തയ്യാറാണോ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം നിശ്ചയമാ, എനിക്കും നിങ്ങൾക്കും നേരെ പൊൻചെങ്കോൽ നീട്ടാൻ തക്കവണ്ണം രാജാതി രാജാവായ തമ്പുരാൻ, കർത്താതി കർത്താവായ യേശു കർത്താവ് ഇന്ന് രാത്രികാലവും ഈ മീറ്റിംഗിനകത്ത് തന്റെ സാന്നിധ്യം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പാടുവാൻ മാത്രമല്ല, ആരാധിപ്പാൻ മാത്രമല്ല, പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, ചിലതിന് നേരെ ഞാനും നിങ്ങളും ദൈവാത്മ നിയോഗത്തോടെ ചിലതിനെ ശാസിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ വിടുതൽ നടക്കുന്ന രാത്രികാലങ്ങളാണ്.
ഓ റിഖാബന ശന്തനെ, എത്ര പേർക്ക് അത് ഏറ്റെടുക്കാൻ സാധിക്കും? ഞാൻ ശാസിച്ചാൽ, ഞാൻ പ്രാർത്ഥിച്ചാൽ ഇതിനകത്ത് വിടുതൽ നടക്കും. ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങും. മനസ്സിനുറപ്പുള്ളവർ ഇന്ന് രാത്രികാലം കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യണം. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ലോകം കാണാനല്ല ഞാനും നിങ്ങളും ഉപവസിക്കുന്നത്, ലോകം അറിയാനല്ല ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നത്, ലോകം കാണാനല്ല ഞാനും നിങ്ങളും കൂടി വരുന്നത്. പിന്നെയോ ദൈവസന്നിധിയിൽ കൂടി വരുമ്പോൾ സഭയ്ക്ക് ദൈവത്തിൻ്റെതായ ഒരു സാന്നിധ്യം ഇറങ്ങി വരും. ജയിലിലായിരുന്ന പത്രോസിന് വേണ്ടി സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മറുപടി അവരുടെ വാതിൽക്കൽ വന്ന് മുട്ടിയതുപോലെ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, ഇതിനകത്ത് റഖബന ശന്തനെ അടനാരി ഖാന റബന ഹൗഡമനഗസ്യരാരഗ റഖബന ശന്തനെ. യെസ്, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ഇതിനകത്തായിരിക്കുന്ന ജീവിതങ്ങളെ നിങ്ങളോട് ഇങ്ങനെ വിളിച്ചു പറയുന്നു. കഴിഞ്ഞ 3 മാസക്കാലമായി ദിനരാത്രങ്ങളില്ലാതെ പോരാടി പ്രാർത്ഥിച്ചിട്ടും, ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടും, തനിയെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടും വിടുതൽ ലഭിച്ചില്ല എന്ന നിരാശയോടിരിക്കുന്ന പൈതലേ, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം വിളിച്ചു പറയുന്നു, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി, നിന്റെ യാചനയുടെ മറുപടി, നിന്റെ കണ്ണുനീരിന്റെ മറുപടി, നിന്റെ ഹൃദയത്തിന്റെ വേദനയുടെ മറുപടി ഈ വരും ദിവസങ്ങളിൽ നിന്റെ വാതിൽക്കൽ വന്ന് മുട്ടുവാൻ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, നിന്റെ ഹൃദയത്തിന്റെ വേദനയ്ക്കുള്ള മറുപടി, നിന്റെ രോദനത്തിനുള്ള മറുപടി നിന്റെ വാതിൽക്കൽ വന്ന് മുട്ടുവാൻ ഇനി അധികം താമസമില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം നിശ്ചയം, അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ആ കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് ജനത്തിന് വേണ്ടി, തന്റെ ജനത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അവരുടെ പ്രാർത്ഥനകൾക്കുള്ള മറുപടിക്ക് വേണ്ടി ഇറങ്ങി വരുവാൻ എന്റെ നിങ്ങളെ പ്രാർത്ഥനകൾക്കുള്ള മറുപടികളുമായി ഇറങ്ങി വരുവാൻ തമ്പുരാൻ തന്റെ ദൂതന്മാരെ അയച്ചിരിക്കുക. കേട്ടോ, അയച്ചിരിക്കുകയാ. അതെ എസ്തർ 3 ദിവസക്കാലം ആ കൂട്ടരെല്ലാവരും ഒരുപോലെ ഉപവസിച്ചു. ഉപവാസം കഴിഞ്ഞപ്പോൾ അവൾ രാജാവിന് മുഖം കാണിപ്പാൻ, ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, ഇന്ന് രാത്രികാലം ദൈവാത്മാവിൽ ഒരു കാര്യം നമ്മെ ഉറപ്പിക്കുന്നു. ഉപവാസം കഴിയുമ്പോൾ മുഖത്ത് ക്ഷീണമല്ല കേട്ടോ, ഉപവാസത്തോട് ഇരിക്കുമ്പോൾ മുഖത്ത് തളർച്ചയല്ല കേട്ടോ, ഉപവാസത്തിൽ ഇരിക്കുമ്പോൾ ശരീരത്തിന് ക്ഷീണമല്ല കേട്ടോ. വെളിപ്പെടുന്നത് എന്താണെന്നറിയാവോ? ദൈവത്തിന്റെ സാന്നിധ്യം എന്റെ നിങ്ങളെ മുഖത്തെ പ്രകാശിപ്പിക്കുന്നതാ. ഉപവസിച്ചിരിക്കുന്നവരുടെ ശരീരം ക്ഷീണിക്കുന്നുവെങ്കിലും അകമേ കത്തുന്നൊരു തീയുണ്ട്. ആ തീയുടെ ചൂട് അവരുടെ മുഖത്ത് ശോഭിക്കുമ്പോൾ, അവരുടെ മുഖത്തേക്ക് ഇറങ്ങി വരുമ്പോൾ, അവരുടെ ആരാധനയിൽ വെളിപ്പെട്ടു വരുമ്പോൾ, ഒളിഞ്ഞും പതുങ്ങിയും ഇരിക്കുന്ന ചില ഹാമാന്യ ശക്തികൾ പുറത്തു വരും. ഇന്ന് രാത്രികാലം ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നു. ചില പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചിട്ടും, എങ്ങനെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടും മറുപടി ലഭിക്കാതെ ചില ഹാമാന്യ ശക്തികളാൽ ഭാരപ്പെടുന്നവർ ഇതിനകത്തുണ്ട്. അവരെക്കായി പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം വിളിച്ചു പറയുന്നു, പ്രിയ ദൈവ പൈതലേ, നീ ഭാരപ്പെടേണ്ട കേട്ടോ, നീ മനസ്സ് കലങ്ങേണ്ട കേട്ടോ. നിനക്ക് വേണ്ടിയാണ് ഹാമാൻ തൂക്കുമരം ഉണ്ടാക്കിയതെങ്കിൽ അതിൽ തൂങ്ങുവാൻ പോകുന്നത് ഞാനും നിങ്ങളുമല്ല. എന്നേക്കും നിങ്ങൾക്കും വേണ്ടി ആർ തൂക്കുമരവും ഒരുക്കി വെച്ചോ, അവൻ അതിൽ കിടന്നാടുന്ന ദിവസങ്ങൾ അതിവിദൂരമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവാത്മാവ് വളരെ വ്യക്തതയോടെ ഇടപെടുന്നു. നിന്റെ മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന, നിന്റെ മുമ്പിൽ വാതിൽ തുറക്കാൻ തടസ്സമായി നിൽക്കുന്ന
ഹാമാന്യ ശക്തികൾ ഷഖനലബ ഹർമനാരിഖാനരബന ഹദുനി പ്രൗഢരാജ റീഭലഘടകാരഘടകസ്യ ശുശ്രൂഷകൾക്ക് നേരെ തടസ്സം വാദിക്കുന്ന റഘോബനി ശന്ധനെ അടനാരിഖാനരബന ഹദുനി പ്രൗഢമനഗസ്യ പ്രാർത്ഥനകൾക്ക് നേരെ തടസ്സം വാദിക്കുന്ന, അതേ കുടുംബത്തിന്റെ സമാധാനത്തിന് നേരെ തടസ്സം വാദിക്കുന്ന ചില ഹാമാന്യ ശക്തികൾ ഇന്ന് രാത്രികാലം തമ്പുരാൻ കൈകാര്യം ചെയ്യാൻ പോവുകയാ. എനിക്കും നിങ്ങൾക്കും തുടങ്ങാനോ തൊടുവാനോ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാനോ സാധിക്കാതിരിക്കുന്ന ആ മേഖലകളിൽ, ആ മണ്ഡലങ്ങളിൽ ദൈവാത്മാവ് ഇറങ്ങിച്ചെന്ന് എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന രാജാവിന്റെ ഉറക്കം കെടുത്തുന്ന എന്റെ നിങ്ങളുടെയും അവസ്ഥ കാണേണ്ടവൻ, എന്റെ നിങ്ങളുടെയും അവസ്ഥ കാണേണ്ടവൻ, കാണാതെ കൺമാറ്റി നിർത്തുമ്പോൾ, മനസ്സ് മാറ്റി നിർത്തുമ്പോൾ, ശരീരം മാറ്റി നിർത്തുമ്പോൾ അവരോട് വാദിക്കുന്ന ദൈവ സാന്നിധ്യം, അവരോട് ഇടപെടുന്ന ദൈവ സാന്നിധ്യം, അവരുടെ ഉറക്കം കളയുന്ന ദൈവ സാന്നിധ്യം. ഹാമാന് വേണ്ടി, ഹാമാനെ മൊർദെഖായിക്ക് വേണ്ടി ഹാമാനെ പുറത്തു കൊണ്ടുവന്ന് അവന്റെ കയ്യിലുള്ളതെല്ലാം പിടിച്ചെടുത്ത് ആർക്ക് വേണ്ടി അവൻ കൊലമരം ഒരുക്കിയോ അതിൽ അവനെ തന്നെ തൂക്കുവാൻ തക്കവണ്ണം ഒരു ഓട് രാജാവിന്റെ വായിൽ നിന്നും പുറപ്പെടാൻ ഇട വന്നിട്ടുണ്ടെങ്കിൽ ഉടബന റബന രഘുനി പ്രൗഢമനഗസ്യ സിനിമകൾ എന്ന ഡിവൈസിൽ ഇരിക്കുന്ന സഹോദരി, ഓ നിങ്ങൾക്ക് ലഭിക്കേണ്ട ചില അവകാശങ്ങൾ, നിങ്ങൾക്ക് ലഭിക്കേണ്ട ചില നന്മയുടെ അവകാശങ്ങൾ കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ വളരെ മാന്യമായും നിങ്ങൾ ചോദിക്കേണ്ട രീതിയിലും ചോദിച്ചും നിങ്ങൾ അപേക്ഷിച്ചും നിന്നിട്ടും കിട്ടാതെ വന്നിരിക്കുന്ന ചില നന്മയുടെ അവകാശങ്ങൾ പരിശുദ്ധാത്മാവ് പറയുന്നു, തടുത്തു വച്ചവന്റെ ഹൃദയത്തെ കല്ലാക്കി കളഞ്ഞിരിക്കുകയാ. ഫറവോന്റെ ഹൃദയം കല്ലാക്കിയതുപോലെ ദൈവം അവന്റെ ഹൃദയത്തെ കല്ലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പ്, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം വിളിച്ചു പറയുന്നു, ഫറവോനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല കേട്ടോ, ഇനി ആ ഫറവോന്റെ ശക്തി തന്റെ ജനത്തിന് പിറകെ വരുതെന്ന് വിചാരിച്ചുകൊണ്ട് ഉറപ്പ് വരുത്തിയും കൊണ്ട് അവന്റെ ഹൃദയത്തെ കഠിനമാക്കി ഒടുക്കം ചെങ്കടലിൽ അവനെയും അവന്റെ സൈന്യത്തെയും മുപ്പാട് മൂടിച്ചു കളയുവാൻ തക്കവണ്ണം ദൈവം പദ്ധതി ഒരുക്കിയതുപോലെ നിങ്ങളോട് ഇടം തടിച്ചു നിൽക്കുന്നവരെ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, അങ്ങനെ ചിലതിനെ വലിച്ചു പുറത്തിറക്കി ദൈവത്തിന്റെ പ്രവൃത്തി എന്തെന്ന് വെളിപ്പെടുത്തുന്ന ദിവസങ്ങളാണ് ഇനി മുമ്പിലുള്ളതെന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രികാലം ദൂത് കൈമാറുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശഖബല റധോനി അഡനാരി ഖാന റബന ഹധുനി പ്രൗഢമനഗസ്യ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം നാം ഹൃദയപരമായി ദൈവസന്നിധിയിലൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മോട് വാസ്തവമായി സംസാരിക്കും, നമ്മോട് വാസ്തവമായി ഇടപെടും കേട്ടോ. ശഖബലധോനി പ്രൗഢമനഗസ്യ ഉടവന ശന്ധനെ അർദ്ധന രധോനി പ്രൗഢമനഗസ്യ. ഇന്ന് രാത്രികാലം ഞാനും നിങ്ങളുമായിരിക്കുന്നിടങ്ങളിൽ നമ്മുടെ പ്രതികൂലങ്ങളെ നിങ്ങൾ നോക്കേണ്ട, നമ്മുടെ പ്രതിസന്ധികളെ നിങ്ങൾ നോക്കേണ്ട, നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ നിങ്ങൾ നോക്കേണ്ട. ഇന്ന് ഈ സമയം എനിക്കും നിങ്ങൾക്കും ആ തമ്പുരാന്റെ പാദപീഠത്തെങ്കിൽ ഒന്നടുത്തു വരുവാൻ തമ്പുരാൻ കൃപ ചെയ്തുവോ? ആ കർത്താവിനെ സ്തുതിക്കുവാൻ എൻ്റെ നിങ്ങളുടെ മാധരങ്ങളെ തുറക്കുവാൻ കർത്താവ് കൃപ തന്നുവോ? നാളെ ഞാനും നിങ്ങളും ഉണ്ടാകുമെന്നൊരു ഗ്യാരണ്ടിയുമില്ല. എന്നാൽ ഇപ്പോൾ നമുക്ക് സമയം ലഭിച്ചതാ പ്രിയരെ. ഈ സമയത്ത് നമ്മുടെ വേദനകളെ നീക്കി, നമ്മുടെ സങ്കടങ്ങളെ മാറ്റിവെച്ച്, പരാതികളെ മാറ്റിവെച്ച്, ജീവിത പ്രതികൂലങ്ങളെ മാറ്റിവെച്ച് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ ആധരങ്ങളെ തുറന്ന് തമ്പുരാനൊന്ന് നന്ദി പറയാമോ? ചില പുതുവഴികൾ എനിക്കും നിങ്ങൾക്കും വേണ്ടി തുറക്കുവാൻ, ചില പുതുവഴികൾ എനിക്കും നിങ്ങൾക്കും
വേണ്ടി തുറക്കുവാൻ മനുഷ്യനാൽ അസാധ്യമായത് യഹോവയാൽ സാധ്യമെന്ന് സങ്കീർത്തനക്കാരൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവാത്മാവിനാൽ വിളിച്ചു പറയുന്നു, ഞാനും നിങ്ങളും കണ്ണുകൊണ്ട് കാണാത്തത്, ഞാനും നിങ്ങളും ഹൃദയം കൊണ്ട് ചിന്തിക്കാത്ത തരത്തിൽ ദൈവാത്മാവിന്റെ പദ്ധതികൾ ഇതിനകത്ത് വെളിപ്പെടാനുണ്ട്. റബന ഹദുനി പ്രൗഢേ റീഗൽ ഘടകം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ശഖബര അർത്ഥനാ പ്രൗഢമനഗസ്യ ഉടബൽകനാരി ഖാനരബന ഹദുനി പ്രൗഢരാജ റീബലഘടകാരഘടകസ്യ. ഉറ്റോരും ഉടയോരും തള്ളിയ നേരം മാറോട് ചേർത്തെന്നെ ആശ്വസിപ്പിച്ചു. ഉറ്റോരും ഉടയോരും തള്ളിയ നേരം മാർവോട് ചേർത്തെന്നെ ആശ്വസിപ്പിച്ചു. ഈ മൺകൂടാരത്തിൽ ഈ മൺകൂടാരത്തിൽ പുതുജീവൻ നൽകി. ആത്മാവിനാൽ എന്നെ നയിച്ചിടുന്നു. ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന പ്രിയരെ, ആത്മനിറവോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. അനുദിനം നിമിഷം മാറി നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ജീവിതത്തിലും ആ പുതുക്കി വരുന്ന ദൈവകൃപ, ആ പുതുക്കി വരുന്ന ദൈവ സാന്നിധ്യം, അത് ഇന്ന് രാത്രിയിലും ഒന്ന് പുതുക്കപ്പെടണം. ഈ രാത്രിയിലും എൻ്റെ നിങ്ങളുടെ മൺകൂടാരത്തിൽ അതൊന്ന് ക്രിയ ചെയ്യണം. വെറുതെ ഇരിപ്പാനല്ല, ആ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നെങ്കിൽ അത് ക്രിയ ചെയ്യണം പ്രിയരെ. അത് ക്രിയ ചെയ്യുമ്പോൾ ചിലത് പൊട്ടും, ചിലത് തകരും, ചിലത് വഴി തുറക്കപ്പെടും. ശഖബന റധോരി പ്രൗഢരാ റിബലഘടകാരഘടകസ്യ. ഉറ്റോരും ഉടയോരും തള്ളിയ നേരം മാർവോട് ചേർത്തെന്നെ ആശ്വസിപ്പിച്ചു. ഉറ്റോരും ഉടയോരും തള്ളിയ നേരം മാർവോട് ചേർത്തെന്നെ ആശ്വസിപ്പിച്ചു. ഈ മൺകൂടാരത്ത് പുതുജീവൻ നൽകി, ഈ മൺകൂടാരത്ത് പുതുജീവൻ നൽകി. ആത്മാവിനാൽ എന്നെ നയിച്ചിടുന്നു. പുതുജീവൻ നൽകി ആത്മാവിനാലെന്നും നയിച്ചിടുന്നു. കണ്ണീരുമാറും വേദന നീങ്ങും യേശുവൻ കൂടെയുള്ളതിനാൽ പ്രത്യാശയോടെ മുന്നേറി പോകാം. വാഗ്ദത്തം ചെയ്തവൻ കൂടെയുണ്ട്. കണ്ണീരുമാറും വേദന നീങ്ങും യേശുവൻ കൂടെയുള്ളതിനാൽ പ്രത്യാശയോടെ മുന്നേറി പോകാം. വാഗ്ദത്തം ചെയ്തവൻ കൂടെയുണ്ട്. കടലിളകും പോലെ കഷ്ടത വന്നാൽ, കാറ്റടിക്കും പോലെ ശോധന വന്നാൽ, കടലിളകും പോലെ കഷ്ടത വന്നാൽ, കാറ്റടിക്കും പോലെ ശോധന വന്നാൽ, കടലിന്മേൽ നടന്നവൻ കാറ്റിനെ ശാസിപ്പോ, കടലിന്മേൽ നടന്നവൻ കാറ്റിനെ ശാസിപ്പോ. എൻ കർത്തൻ എന്നോട് കൂടെയുണ്ട്. കടലിന്മേൽ നടന്നവൻ കാറ്റിനെ ശാസിപ്പോ, എൻ കർത്തൻ എന്നോട് കൂടെയുണ്ട്. കണ്ണീര് മാറും വേദന നീങ്ങും യേശുവൻ കൂടെയുള്ളതിനാൽ പ്രത്യാശയോടെ മുന്നേറി പോകാം. വാഗ്ദത്തം ചെയ്തവൻ കൂടെയുണ്ട്. കണ്ണീര് മാറും വേദന നീങ്ങും യേശുവൻ കൂടെയുള്ളതിനാൽ പ്രത്യാശയോടെ മുന്നേറി പോകാം. വാഗ്ദത്തം ചെയ്തവൻ കൂടെയുണ്ട്. ശത്രുവിൻ പോരുകൾ ഭയപ്പെടുന്നില്ല. എന്നാഥനായി ഞാൻ വേല ചെയ്തിടൂ. ശത്രുവിൻ പോരുകൾ ഭയപ്പെടുന്നില്ല. എന്നാഥനായി ഞാൻ വേല ചെയ്തിടൂ. അക്കരെ നാട്ടിൽ ചെന്നിടും നേരമോ, അക്കരെ നാട്ടിൽ ചെന്നിടും നേരം വടക്കേ
കിരീടം നാഥൻ തന്നിടുമേ. അക്കരെ നാട്ടിൽ ചെന്നിടും നേരം വടക്കിരീടം നാഥൻ തന്നിടുമേ. കണ്ണീര് മാറും, വേദന നീങ്ങും, യേശുവൻ കൂടെയുള്ളതിനാൽ പ്രത്യാശയോടെ മുന്നേറി പോകാം. വാഗ്ദത്തം ചെയ്തവൻ കൂടെയുണ്ട്. കണ്ണീര് മാറും, വേദന നീങ്ങും, യേശുവൻ കൂടെയുള്ളതിനാൽ പ്രത്യാശയോടെ മുന്നേറി പോകാം. വാഗ്ദത്തം ചെയ്തവൻ കൂടെയുണ്ട്. വാഗ്ദത്തം ചെയ്തവൻ കൂടെയുണ്ട്. വാഗ്ദത്തം ചെയ്തവൻ കൂടെയുണ്ട്. ഹല്ലേലൂയ. എന്നോടും നിങ്ങളോടും വാഗ്ദത്തം ചെയ്ത ആ കർത്താവിൻ്റെ സാന്നിധ്യം എൻ്റെ പ്രിയരെ നരയ്ക്കുവോളം വഹിക്കാമെന്ന് വാഗ്ദത്തം ചെയ്തത് ഒരുവനെയുള്ളൂ. ആ ഒരുവൻ ഇന്ന് രാത്രിയിലും ഈ 6-ാം ദിവസം 12-ാം സെക്ഷനിലും ഇതിനകത്തായിരിക്കുന്ന ഓരോ ഡിവൈസുകളുമേലും അതിലായിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും മൺകൂടാരങ്ങളുടെ മേലും വ്യാപരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് വളരെ വ്യക്തതയോടെ ഇടപെടുന്നു. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത, ഹൃദയം കൊണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ചില വാതിലുകൾ മീര ഉല്ലാസ് എന്ന ഡിവൈസിലിരിക്കുന്ന സഹോദരി പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം വളരെ വ്യക്തതയോടെ ഇടപെടുന്നു. നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല, നിങ്ങൾ മനസ്സിൽ പറഞ്ഞിട്ടില്ല, എന്നാൽ തമ്പുരാൻ പറയുന്നു ചില വാതിലുകൾ പ്രിയ സഹോദരി നിങ്ങൾക്ക് വേണ്ടി മാത്രം തുറക്കുന്ന ചില വാതിലുകൾ ഈ 2026-ാം ആണ്ട് 6-ാം മാസം തികയുന്നതിന് മുന്നമേ ദൈവത്തിന്റെ ചില പദ്ധതികൾ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവെന്ന് രാത്രികാലം ദൂത് കൈമാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എസ്തർ പറഞ്ഞു, ഞാൻ തകരുന്നെങ്കിൽ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ, പക്ഷേ നശിക്കാനല്ല തമ്പുരാന്റെ പദ്ധതി എന്നിലും നിങ്ങളിലും വെളിപ്പെടുന്നത്. എന്നെ നിങ്ങളെ മുടച്ചു കളയാനല്ല ആ തമ്പുരാന്റെ പദ്ധതി എന്റെ നിങ്ങളെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ കൊണ്ടുവരുന്നത്, ചില പ്രതികൂലങ്ങൾ കൊണ്ടുവരുന്നത് ഞാനും നിങ്ങളും മുടഞ്ഞു പോകാനല്ല. ഇന്ന് രാത്രിയിൽ ഇതിനകത്തായിരിക്കുന്ന ശുശ്രൂഷകന്മാരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഗിദെയോനെ തെരഞ്ഞെടുത്തതുപോലെ, ഗിദെയോനെ ഉറ്റുനോക്കിയതുപോലെ, ഗിദെയോനോട് സംസാരിച്ചതുപോലെ, ഇന്ന് രാത്രികാലം ദൈവദാസന്മാരോട്, ശുശ്രൂഷയിലായിരിക്കുന്ന ദൈവദാസന്മാരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഇതാ ഞാനല്ലോ നിന്നെ അയക്കുന്നത്. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് വളരെ വ്യക്തതയോടെ ഇടപെടുന്നു. ശുശ്രൂഷ മേഖലകളിൽ തടസ്സമുണ്ടോ? എന്നാൽ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് പറയുന്നു, നിനക്ക് വേണ്ടി തടസ്സങ്ങളുണ്ടെങ്കിൽ, നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയാവണ്ണം തടസ്സങ്ങളുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ കണ്ടിട്ടുള്ളതും നീ കേട്ടിട്ടുള്ളതും കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ വലങ്കരം പിടിച്ചവനുമായ ആ കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രികാലം വിളിച്ചു പറയുന്നു, ഞാനല്ലോ നിന്നെ അയക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ശുശ്രൂഷയിലിരിക്കുന്ന കർത്തൃദാസന്മാരെ, ദാസിമാരെ, ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് പറയുന്നു, മല പോലെ പ്രതികൂലങ്ങൾ വന്നാലും അതിനെ ഇടിച്ചു തകർക്കുന്ന ദൈവ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട് കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എസ്തർ പറഞ്ഞു, ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ. ഗിദെയോൻ പറഞ്ഞു, ഞാൻ ഏറ്റവും ചെറിയ കുലമല്ലോ, എന്നെ അയക്കുവാൻ ഞാൻ എന്തുള്ളൂ. അങ്ങനെ സമർപ്പിക്കാൻ തയ്യാറാണോ? അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ തന്നെ അയക്കാൻ പോകുന്നത്.
മറ്റുള്ളവർക്ക് പേടി പകരുമാറ്, മറ്റുള്ളവർക്ക് ഉള്ളിൽ ഭയം തട്ടുമാറ്. അതേ റിഖാബന ശാന്തനെ അർത്ഥന പ്രൗഢവനകസ്യ അതേ ഗിദയോനെ പറ്റിയുള്ള ഭീതി പറയുന്നതുപോലെ അവന്റെ യവത്തൊപ്പം ഉരുണ്ടുപോയി കൂടാരങ്ങളെ മറിച്ചിട്ടപ്പോൾ ആ സ്വപ്നത്തെ പറഞ്ഞപ്പോൾ ഒരുവനോട് പറഞ്ഞു, ഇത് മറ്റാരുമല്ല, ഗിദയോന്റെ ദൈവമാ. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരുമേ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു. പ്രിയ സാം ജോൺ ബ്രദറെ, പരിശുദ്ധാത്മാവ് പറയുന്നു, ഇത് സാമിന്റെ ദൈവമാ, ഇത് മീരയുടെ ദൈവമാ, ഇത് അജോയുടെ ദൈവമാ. എങ്ങനെ പ്രവർത്തിക്കുന്നെന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കുന്നവനാണോ? പ്രവർത്തിക്കുന്നവൻ ഇതിനകത്തുണ്ട് കേട്ടോ. ഞാനത് പൂർണ്ണമായി എൻ്റെ ഈ ശരീരത്തിൽ അനുഭവിച്ചുകൊണ്ട് പറയുക, ഇതിനകത്തുള്ളവൻ അവൻ പ്രവർത്തിക്കാനുള്ളവനാ, അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാ. ഇന്നത്തെ ഈ ചെറിയ ദിവസത്തെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 29 അധ്യായത്തിന്റെ 31 വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം 29:31. ലേയ അനിഷ്ടമെന്ന് യഹോവ കണ്ടപ്പോൾ അവളുടെ ഗർഭത്തെ തുറന്നു, റാഹേലോ ഒച്ചയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. രണ്ട് സഹോദരിമാർ, ഒരു ഭർത്താവ്. ഒരാളോട് പ്രിയം കൂടുതലാണ്, ഒരാളോട് അത്ര പ്രിയമൊന്നുമില്ല. പക്ഷേ പ്രിയമില്ലാത്തവർക്കൊരു പ്രത്യേകതയുണ്ട്. മനുഷ്യന്റെ കണ്ണിൽ പ്രിയമല്ലാത്തവർക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു പ്രത്യേകത ദൈവം കണ്ടു. ഇന്ന് രാത്രികാലം ചില പ്രിയമകൾ, ചില ഇഷ്ടങ്ങൾ നിരസിക്കപ്പെട്ടവർ ഇതിനകത്തുണ്ടോ? നിന്ദിക്കപ്പെട്ടവർ ഇതിനകത്തുണ്ടോ? ദൈവം പറയുന്നു, ലേയ അനിഷ്ടയാണെന്ന് കണ്ടത് ദൈവമാ. കെട്ടിച്ചു കൊടുത്ത മാതാപിതാക്കൾ അറിഞ്ഞില്ല കേട്ടോ, എൻ്റെ മകൾ അനിഷ്ടയാണെന്ന്. അവൾ ചെന്ന് കയറിയ വീട്ടിലുള്ളവർ അറിഞ്ഞില്ല വന്നവൾ അനിഷ്ടയാണെന്ന്. അവളോട് കൂടെയുള്ളവളും അറിഞ്ഞില്ല ഇവൾ അനിഷ്ടയാണെന്ന്. പക്ഷേ ഇവൾ അനിഷ്ടയാണെന്ന് അറിഞ്ഞ ഒരുവനെയുള്ളൂ, അത് നമ്മുടെ സ്വർഗത്തിലെ തമ്പുരാനാ. ആ തമ്പുരാൻ അറിഞ്ഞപ്പോൾ സ്ഥിതി മാറി, സ്ഥിതി മാറി. ഇന്ന് രാത്രികാലം ദൈവാത്മാവ് പറയുന്നു, അനിഷ്ടയാണെന്ന് കണ്ടുകൊണ്ട് ഒതുങ്ങിക്കൂടി ഭവനത്തിനകത്തിരിക്കുന്നുവോ? നിങ്ങൾ നിങ്ങളുടെ പ്രയാസത്തിന്റെ മധ്യേ ഒതുങ്ങിക്കൂടിയിരിക്കുവാൻ നിങ്ങൾ തയ്യാറെടുക്കുന്നുവോ? അവരെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു, സ്ഥിതി മാറ്റുന്ന ദൈവത്തിന്റെ പ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് രാത്രികാലം വെളിപ്പെടാൻ പോവുകയാ. എന്നെ കേൾക്കുന്ന പ്രിയരെ, 12 വർഷക്കാലം ശരീരത്തിൽ നിന്നും രക്തം വാർന്നുപോയി, ഉള്ള സമ്പത്തെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തുകൊണ്ടും രോഗം ശമിക്കാതെ ഒരു സഹോദരിയുണ്ട്. മർക്കോസിന്റെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ വായിക്കാൻ സാധിക്കുന്നുണ്ട്. ആ സഹോദരി വീട്ടിനകത്ത് അവൾ തളയ്ക്കപ്പെട്ടു. പിന്നീട് വീട്ടിനകത്തുള്ള മുറിക്കകത്തും തളയ്ക്കപ്പെട്ടു. അവൾ അറിയാതെ കേട്ടൊരു വാക്കുണ്ട്, നസ്രനായ യേശു കടന്നു പോകുന്നു, നസ്രനായ യേശു കടന്നു പോകുന്നു. ഒരു വാക്ക് ഹൃദയത്തിന്റെ പലകയിൽ അവൾ എഴുതാൻ തയ്യാറായി. ഈ കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. ഇന്ന് രാത്രികാലം നാളിതുവരെയായിട്ടും പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടിയില്ലേ? എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി പരിശുദ്ധാത്മാവിനാൽ നിന്റെ വീടിന്റെ വാതിൽക്കൽ വന്ന് മുട്ടുന്ന നാളുകൾ അതിവിദൂരമല്ല കേട്ടോ. ഇന്ന് രാത്രികാലം പരിശുദ്ധ
പരിശുദ്ധാത്മാവ് പറയുന്നു, ആ സ്ത്രീയുടെ ഹൃദയത്തിനകത്ത് മുഴങ്ങിയ ഒരു ശബ്ദമാണ്, ഈ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ എന്റെ രോഗം ഇന്ന് മാറും, എന്റെ രോഗത്തിന്റെ അവസ്ഥയ്ക്ക് മാറും. 12 വർഷമായി ശരീരത്തിൽ നിന്നും ബ്ലഡ് നിൽക്കാതെ പോയിട്ടും അവളെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ ജീവിതത്തിൽ ഒരു അത്ഭുതത്തിന്റെ അടയാളത്തിന്റെ വീര്യപ്രവൃത്തിയെ ണമെന്ന് ദൈവാത്മാവിന് പദ്ധതിയുള്ളത് കൊണ്ട് 12 വർഷമായിട്ടും ഭൂമിയിൽ നിന്നും നീക്കപ്പെടാതെ ഈ ഭവനത്തിനകത്ത് മുറിക്കകത്ത് തളയ്ക്കപ്പെട്ട അവസ്ഥയിലായിരുന്നപ്പോൾ അവൾ വിളിച്ചു പറഞ്ഞു, എന്റെ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. ആ ഉറച്ച വിശ്വാസം ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്നവരെ, ഇതൊരു ചെറിയ വിഷയമല്ല കേട്ടോ. ആ ഒരു ഉറച്ച വിശ്വാസം ഈ സഹോദരിയുടെ ഹൃദയത്തിന് ചൂട് പിടിപ്പിച്ചുവെങ്കിൽ, അവളെ മുറിക്കകത്ത് പുറത്തു കൊണ്ടുവന്നുവെങ്കിൽ, ആ വിശ്വാസം ആ മുറിയിൽ നിന്നും അവളെ വീടിന് പുറത്തേക്ക് കൊണ്ടുവന്നുവെങ്കിൽ, ആ വിശ്വാസം അവളെ വഴിക്കകരിയിലേക്ക് കൊണ്ടുവന്നുവെങ്കിൽ, ആ ഒരു വിശ്വാസം കൂട്ടത്തിലേക്ക് അവളെ കയറ്റി നിർത്തിയെങ്കിൽ, ആ ഒരു വിശ്വാസം വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊടിയിച്ചുവെങ്കിൽ, അധികമൊന്നും അവൾ പറഞ്ഞില്ല. ഈ കർത്താവിന്റെ വസ്ത്രത്തിന് തൊങ്ങലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് പറയാൻ സാധിക്കും, എന്റെ കർത്താവ് ഒന്ന് വിചാരിച്ചാൽ മാത്രം മതി, എന്റെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരും. ഓ ശഖാവന അർത്ഥന പ്രൗഢമനഗസ്യ വൈഡനാരി ഘാനറബന ഹൗഡേ. യേശുവിന്റെ നാമത്തിൽ ബിനാന്യെ പരിശുദ്ധാത്മാവ് പറയുന്നു, പലയിടങ്ങളിലേക്കും ചെല്ലേണ്ടതാ. ഒരു മരം നട്ടു കഴിഞ്ഞാൽ, അതിന്റെ വേരുകൾ എങ്ങനെ അതിന് ചുറ്റോരും പടർന്നു പന്തലിച്ചു പോകുമോ, അതുപോലെ നിങ്ങളുടെ ശുശ്രൂഷ ഇപ്പോഴായിരിക്കുന്ന മണ്ഡലത്തിൽ നിന്നും അതേ ചുറ്റോടും വ്യാപരിപ്പന്തക്കവണ്ണം പരിശുദ്ധാത്മാവ് മണ്ണിളക്കി കഴിഞ്ഞുവെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ദൂത് കൈമാറുകയാ. മണ്ണിളക്കി കഴിഞ്ഞു. ഇനി വേരിന് മുന്നോട്ടുള്ള യാത്രയെ വേണ്ടു. ചില തടസ്സങ്ങളുണ്ട് കേട്ടോ, ചില തടസ്സങ്ങളുണ്ട്, വാക്കുകളാലുള്ള പോരാട്ടങ്ങളുണ്ട്. ഓ ശഖാബന റധോനി പ്രൗഢന റീബലഗടകാരഗടഗസ്യ. ഇന്നലെ വന്നവള ഓ ലഖബന ശന്ധനെ അടനാരി ഖാനറബന ഹധുനി പ്രൗഢമനഗസ്യ. ഇന്നലെ വന്നവള ഇപ്പോൾ എന്തുവാ ഇത്രയധികം? ജീസസ് റഖബന ശന്ധനെ. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, കാലവഴക്കമൊന്നുമല്ല, നിങ്ങളുടെ ഹൃദയത്തിനകത്ത്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് ആ വാക്കുകളുണ്ടോ? ദൈവം പറയുന്നു, ഒന്നുമല്ലാത്ത എന്നെ എടുത്തുപയോഗിപ്പാൻ ഞാൻ എന്തുള്ളൂ എന്ന് ചോദിക്കുന്നില്ലേ? എന്നാൽ തമ്പുരാൻ ഇന്ന് രാത്രികാലം അതിന് മറുപടി പറയുകയാ, നിന്റെ വാക്കുകൾ മാത്രം മതി. തമ്പുരാന്റെ കയ്യിലെ ഇണങ്ങിയ ആയുധമായി കുടുംബമായി എടുത്തുപയോഗിക്കാൻ പോവുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബനരഗര ഹസ്തന പ്രൗഢരാജ റീബലഗടകാരഗടഗസ്യ അർത്ഥൽ പ്രൗഢവരഗസ്യ. പരിശുദ്ധ ആത്മാവ് പറയുന്നു, 7 വർഷക്കാലം പൂട്ടിയിട്ടതും അടിമയായി സമർപ്പിക്കപ്പെട്ടതുമായ ഒരു കുടുംബത്തെ തമ്പുരാൻ എത്തിച്ചു തരാൻ പോവുകയാ. അവർ നിങ്ങൾക്ക് പിറകെ ഒരു കോട്ട പോലെ നിർത്താൻ തമ്പുരാൻ ആ കുടുംബത്തെ കുറിച്ച് പദ്ധതിയുണ്ട് കേട്ടോ. ഉടവൽക്കരാരി ഖാനറബന ഹദുനി പ്രൗഢമനഗസ്യ. ആഭിചാരങ്ങൾക്കും മന്ത്രവാദങ്ങൾക്കും സമർപ്പണം ചെയ്തൊരു കുടുംബമാ. എന്നാൽ തമ്പുരാൻ ആ കത്തുന്ന തീച്ചുളയിൽ നിന്നോ വിറകുകൊള്ളിയെ പെറുക്കിയെടുക്കുന്നത് പോലെ തമ്പുരാൻ നിങ്ങളെ കരങ്ങളെ കൊണ്ട് ആ കുടുംബത്തെ അങ്ങനെ തന്നെ വലിച്ചെടുപ്പാൻ തമ്പുരാൻ പദ്ധതികൾ ആവിഷ്കരിച്ചു കഴിഞ്ഞുവെന്ന് ഇന്ന് രാത്രികാലം ദൈവാത്മാവ് ദൂത് കൈമാറുന്നു ദൈവദാസിയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം പറയട്ടെ, ലേയ അനിഷ്ടയാണെന്ന് കണ്ടപ്പോൾ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ലേയുടെ സഹോദരിയും പ്രസവിച്ചിട്ടില്ല. കല്യാണം കഴിഞ്ഞാൽ ഏവരുടെയും വലിയ പ്രതീക്ഷയാ ഒരു ഉദരബലം എന്നുള്ളത്. പക്ഷേ ലേയയ്ക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയില്ല. സഹോദരിക്കും അവിടെ ആ ഭാഗ്യം ലഭിച്ചിട്ടില്ല. എന്നാൽ ഈ ഭാഗ്യം ലഭിച്ചില്ല എന്നതിന്റെ പേരിലോ അല്ലാത്തതിന്റെ പേരിലോ
മറ്റുള്ളവരുടെ നിന്ദാപാത്രമായി തീരുന്നത് ഈ ലേയ മാത്രമാ. സഹോദരിക്ക് ആ പ്രശ്നമില്ല, കൂടെ നിൽക്കാൻ ആളില്ല. കൂടെ നിൽക്കേണ്ടവർ ഇവൾ വരുമ്പോൾ മാറി നിൽക്കുന്നു, മുഖം മാറ്റുന്നു, സംസാരം മാറ്റുന്നു. അങ്ങനെയുള്ള അവസ്ഥയിൽ എല്ലാ തരത്തിലും ഒറ്റപ്പെട്ടപ്പോൾ കാണേണ്ട പോലെ കണ്ടതുകൊണ്ട് ഇന്ന് രാത്രികാലം ദൈവ വിളിതൽ സ്മിത ബിനു എന്ന ഡിവൈസിലിരിക്കുന്ന സഹോദരി പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ദൂത് കൈമാറുകയാ. കേൾക്കേണ്ടവൻ നിങ്ങളെ യാചനയുടെ ശബ്ദം കേട്ട് കഴിഞ്ഞു. ദാനിയേൽ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങിയപ്പോൾ അവന്റെ മറുപടി 3-ാം നാൾ അയച്ചതുപോലെ പ്രിയ സഹോദരി, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ദൂത് കൈമാറുന്നു. നിങ്ങൾ ഇടതടവില്ലാതെ 3 വിധത്തിനുള്ള മറുപടി സ്വർഗം അയച്ചു കഴിഞ്ഞു. ഈ നാളുകളിൽ ദൂതന്മാർ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ഉത്തരങ്ങളെ കൊണ്ടുവന്ന് നിർത്തുന്ന സമയങ്ങളാണെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ദൂത് കൈമാറുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്ന് രാത്രികാലം ആത്മാവ് പ്രിയ സ്മിത സിസ്റ്ററോട് പരിശുദ്ധാത്മാ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ചിലത് പ്രതികൂലമാ, ചിലത് അവസ്ഥകൾ വളരെ വ്യത്യാസമാ. പുറമെ കാണുന്നത് പോലെയല്ല അകമയുള്ള അവസ്ഥകൾ. എന്നാൽ ദൈവാത്മാവ് പറയുന്നു, പുറമെ നീ എങ്ങനെ സന്തോഷവതിയായി കാണിക്കുന്നുവോ അതുപോലെ നിന്റെ അന്തർഭാഗവും സന്തോഷവതിയാക്കുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടാൻ ഇനി അധികം നാളുകൾ താമസമില്ലെന്ന് പരിശുദ്ധാത്മാവിന്റെ രാത്രികാലം ദൂത് കൈമാറുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രികാലം പറയട്ടെ, ലേയ അനിഷ്ടയാണെന്ന് കണ്ടപ്പോൾ ദൈവം അവളെ ഗർഭത്തെ തുറന്നു. ഹല്ലേലൂയ. ഏറ്റവും അനുഗ്രഹമായ സമയം. ആ 1ാമത്തെ കുഞ്ഞിനെ ലഭിപ്പാൻ എൻ്റെ കണക്കിൽ ഞാൻ പറയട്ടെ 1 വർഷം എടുത്തിരിക്കുമല്ലേ? ഏകദേശം 1 വർഷം എടുക്കുമല്ലോ. 10 മാസവും 10 ദിവസമല്ലേ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ 1 വർഷം നിങ്ങൾ കണക്ക് കൂട്ടൂ. 1 വർഷം ഈ ഉദരബലത്തെ കൈ കിട്ടിയപ്പോ ലേയ മറ്റൊന്നും ആലോചിച്ചില്ല. ഈ ഉദരബലത്തെ ഉള്ള കരങ്ങളിൽ കൊടുത്തപ്പോൾ എന്റെ സങ്കടം കണ്ടുകൊണ്ട്, എങ്ങനെ എന്റെ സങ്കടം കണ്ടതുകൊണ്ട്, യഹോവ എന്റെ സങ്കടം കണ്ടതുകൊണ്ട് ഇന്ന് രാത്രികാലം ഞാൻ ചോദിക്കട്ടെ, ഈ ലേയയുടെ ഹൃദയം സങ്കടപ്പെട്ടുവെന്ന് പ്രാർത്ഥിക്കാത്ത ഒരുവന്റെ ഹൃദയം സങ്കടപ്പെട്ടതുകൊണ്ട് ദൈവം കാണുമോ? എന്നാൽ ഇന്ന് രാത്രികാലം പറയട്ടെ, ലേയ മറ്റാരും കാണാതെ ദൈവ സന്നിധിയിൽ കരയാൻ തയ്യാറായപ്പോൾ അവളുടെ സങ്കടത്തെ കണ്ടവൻ, അവളുടെ സങ്കടത്തെ കേട്ടവൾ അവൾക്കൊരു ഉദരബലത്തെ കൊടുത്തു. ആ ഉദരബലത്തെ കൊടുത്തപ്പോൾ ലേയ പറഞ്ഞു, എന്റെ സങ്കടത്തെ യഹോവ കണ്ടതുകൊണ്ട് ഞാൻ ഇവന് രൂപൻ എന്ന് പേരിടുന്നു. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, സങ്കടങ്ങളെ കാണുന്നൊരു കർത്താവുണ്ട് കേട്ടോ. ഹൃദയത്തിന്റെ രോദനങ്ങളെ കേൾക്കുന്നൊരു കർത്താവുണ്ട് കേട്ടോ. നീ തകർന്നുടഞ്ഞവളാണോ? നീ വേദനപ്പെട്ടവളാണോ? നീ ഒറ്റപ്പെട്ടവളാണോ? സഹോദരി, സഹോദര, ദൈവദാസന്മാരെ, പരിശുദ്ധാത്മാവ് വളരെ വ്യക്തതയോടെ പറയുന്നു, നിന്റെ സങ്കടത്തെ കാണുവാൻ, നിന്റെ സങ്കടത്തെ കേൾക്കുവാൻ, അതിനൊരു മറുപടി തരുവാൻ ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവ് ഇന്ന് രാത്രികാലം വിളിച്ചു പറയുന്നു, റബന റദുനി പ്രൗഡേ യേശഖബലലോഖോനി രാജി ജേക്കബ് എന്ന ഡിവൈസിലിരിക്കുന്ന മാതാവേ, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നു, നിന്റെ സങ്കടത്തെ കണ്ടവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഉണ്ട്, എന്നാൽ ആരുമില്ലാത്ത അവസ്ഥ. രഘബന ശന്ധനെ അർത്ഥന പ്രൗഢവനകസ്യ. കൂട്ടത്തിൽ നിൽപ്പാൻ ഒരുപാട് പേരുണ്ട്, എന്നാൽ ഒറ്റപ്പെട്ടവളെന്ന നാമകരണം. രഘോബന ശന്ധനെ അർത്ഥന പ്രൗഢവനകസ്യ. മനുഷ്യരും ബന്ധുക്കളും ചില അതിരുകൾ വെച്ചിട്ടുണ്ട്. ഉടവാന ശന്ധനാരക അർത്ഥന പ്രൗഢമനകസ്യ. ഈ അതിരുകൾക്കപ്പുറം
നീ പോകേണ്ട എന്ന് മാനുഷികമായി വിധി കൽപ്പിച്ചിട്ടുണ്ട്. ഉടനാരക ഹധുനി പ്രൗഢമനഗസ്യ, ഇതിനപ്പുറത്തേക്ക് നിന്നെ വിടത്തില്ലെന്ന് വാദിക്കുന്ന ജീവിത പ്രശ്നങ്ങളുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, യബ്ബേസിന്റെ അതിരുകളെ വിസ്താരമാക്കിയവൻ, യബ്ബേസിന്റെ അതിരുകളെ വിസ്താരമാക്കിയവൻ, അതേ റഖ്മന ശന്ധന അർത്ഥന പ്രൗഢമനഗസ്യ വൈഡനാരി ഘാനരമന ഹൗഡേ റഖേബന ശന്ധനാരക. യെസ്, ദുഃഖപുത്രൻ എന്ന നിലവാരത്തിൽ നിന്നും യഹോവ അതിരുകൾ വിസ്താരമാക്കപ്പെട്ടവനെന്ന നിലവാരത്തിലേക്ക് യബ്ബേസിന്റെ അതിരുകൾ വിസ്താരമാക്കിയവൻ ഇന്ന് രാത്രികാലം പ്രിയ സഹോദരി നിങ്ങളോട് ദൂത് കൈമാറുന്നു. മനുഷ്യൻ വെച്ച അതിരുകളെ തകർക്കുന്ന ദൈവത്തിന്റെ പദ്ധതി നിങ്ങളുടെ ഭവനത്തിനകത്ത് തന്നെ വെളിപ്പെടും എന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ദൂത് കൈമാറുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശഖവന ശന്ധനെ അർത്ഥന പ്രൗഢനാരി ഘാനരബര രഥേന രബൽ കരാരക അസ്ത പ്രൗഢവനഗസ്യ. യേശു ഇന്ന് രാത്രികാലം ഹോ ശഖവല അർവനാരി ഘാനരബന ഹധുനി പ്രൗഢവനഗസ്യ. തുടർന്നുള്ള ദൂതുകളിലേക്ക് ഞാൻ കയറുന്നില്ല. സഹോദരി, പരിശുദ്ധാത്മാവ് പറയുന്നു, ഇപ്പോൾ നീ ഒരു കീറിയ കടലാസ് കഷ്ണമാ, കീറിയ കടലാസ് കഷ്ണമാ, ചുളുക്കപ്പെട്ടതാ. പരിശുദ്ധാത്മാവ് പറയുന്നു, ഇതിനെ നിർത്തുവാൻ മനുഷ്യന് സാധ്യമല്ല. എന്നാൽ ദൈവാത്മാവ് പറയുന്നു, ഞാൻ ഇതിനെ നിവർത്തും. റിഖാബന ശന്ധനെ, കയ്യിൽ നിന്നും ഒഴുകിപ്പോയത്, കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങിയത്, നിന്നിൽ നിന്നും ബലമായി തട്ടിയെടുത്തത് ദൈവാത്മാവ് ഇന്ന് രാത്രികാലം വിളിച്ചു പറയുന്നു, തിരികെ തിരികെ തിരികെ. ഈ യോബിന്റെ പിൻകാലത്തെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ച ആ ദൈവത്തിന്റെ സാന്നിധ്യം ഇങ്ങനെ വിളിച്ചു പറയുന്നു. അവൻ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോൾ മലയിറങ്ങി, അവന്റെ നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടിയായി മലയിറങ്ങി വന്നതുപോലെ പ്രിയ സഹോദരി, പരിശുദ്ധാത്മാവ് പറയുന്നു, നഷ്ടപ്പെട്ടതിനെ ഇരട്ടിയായി വിളിച്ചു വരുത്തുന്ന ദൈവ സാന്നിധ്യം ഇന്ന് രാത്രികാലം നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ജീവിതം നഷ്ടമെന്ന് ലോകം വിധിച്ചതിനെ തിരികെ കൊണ്ടുവരുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒന്നാമത്തെ മറുപടിയായിരുന്നു സങ്കടത്തെ കണ്ട ദൈവം. ഇന്ന് രാത്രികാലം ഇതിനകത്ത് സങ്കടത്തെ കണ്ട ആ ദൈവ സാന്നിധ്യം വിളിച്ചു പറയുന്നു, നിനക്കൊരു വാതിൽ തുറക്കും, നിനക്കൊരു വാതിൽ തുറക്കും. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത ദൈവത്തിന് സ്തോത്രം ചെയ്തോണം. എനിക്ക് വേണ്ടി, എൻ്റെ സങ്കടത്തെ കണ്ടവൻ എനിക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കും, എനിക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കും. റഖബന ശന്ധനെ ശഖബല റൗഡേ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം റോബി ജോർജ്, പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവാത്മാവ് ഒരു വാതിൽ തുറക്കാൻ പോകും. പല സങ്കടങ്ങളുമുണ്ട്, പുറത്തു പറയാതെ വണ്ണം ഹൃദയത്തിനകത്ത് പിടിച്ചു വെച്ചതായ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. ദൈവാത്മാവ് ഇന്ന് രാത്രികാലം വിളിച്ചു പറയുന്നു, പ്രാർത്ഥനകളെ കേൾക്കുന്നവൻ, യാചനകളെ നൽകുന്നവനുമായ ആ സ്വർഗീയ പിതാവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രികാലം വളരെ വ്യക്തതയോടെ ഇടപെടുന്നു. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയുണ്ട്, നിന്റെ സങ്കടത്തിന് ഒരു വിടുതലുണ്ട്, നിന്റെ സങ്കടത്തിന് ഒരു വിടുതൽ. Hallelujah, hallelujah. Rekhabana shandhare armana rikhana rabana haduni പ്രൗഢവനഗസ്യ. യെസ്, ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, നിന്റെ സങ്കടത്തെ കണ്ടവൻ ഒരു വാതിൽ നിനക്കായി തുറക്കും. കേട്ടോ, ഒരു വാതിൽ നിനക്കായി തുറക്കും. അവിടെ നിർത്തിയില്ല കർത്താവ്, അവിടെ നിർത്തിയില്ല. അവൾക്ക് വേണ്ടി രണ്ടാമതൊരു പൈതലിനെ കൊടുത്തു. എനിക്ക് പ്രിയരെ, നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. ഒരു വർഷം കഴിഞ്ഞു, അടുത്ത ഒരു വർഷം കൂടെ തമ്പുരാന്റെ അടുത്തൊരു നന്മ അവളുടെ ഉദരത്തിൽ പേറുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തു. ആ രണ്ടാമത്തെ പൈതലിനെ അവളുടെ കരങ്ങളിൽ കൊടുത്തപ്പോൾ, ആ രണ്ടാമത്തെ പൈതലിനെ അവളുടെ കരങ്ങളിൽ കൊടുത്തപ്പോൾ അവൾ വിളിച്ചു പറഞ്ഞു, ഞാൻ അനിഷ്ടയാണെന്ന് കണ്ടവൻ എനിക്കൊരു മറുപടി തന്നു. ഇന്ന് രാത്രി
പറയുന്നു, നീ സങ്കടത്തോടെയാണ് ഇരിക്കുന്നത്, നിനക്കൊരു മറുപടിയുണ്ട്. നീ അനിഷ്ടനാണോ, നീ അനിഷ്ടയാണോ, നിനക്കൊരു മറുപടിയുണ്ട്. ആ കുഞ്ഞിനെ കരങ്ങളിൽ കിട്ടിയപ്പോൾ ആ ലേയ ഇങ്ങനെ പറഞ്ഞു, ഞാൻ അനിഷ്ടയാണെന്ന് കണ്ടവൻ, എന്നെ നിന്ദിച്ചവരുടെ മുൻപാകെ, എന്നെ അനിഷ്ടമായുള്ളത് വിളിച്ചു പറഞ്ഞവരുടെ മുൻപാകെ, അവർക്കാർക്കും ലഭിക്കാത്ത നന്മ അവർ സ്വപ്നം കാണുമ്പോൾ എന്റെ ഉദരത്തിൽ എന്റെ തമ്പുരാൻ അതിനെ ഫിസിക്കലായി തന്നുകൊണ്ട്, ഹല്ലേലൂയ ഹല്ലേലൂയ, രണ്ടാമത്തെ കുഞ്ഞിനെ കിട്ടിയപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ അനിഷ്ടത്തെ കണ്ട് എനിക്കൊരു മറുപടി തന്നതുകൊണ്ട്, എനിക്കൊരു വാതിൽ തുറന്നതുകൊണ്ട് ഞാനിവന് ശിമയോൻ എന്ന് പേരിടുന്നു. ശിമയോൻ എന്ന് പേരിടുന്നു. റിഖാബനാശാന്തനെ അടനാരകധ്വനി പ്രൗഢനാരീഫലഘടകാരഘടകസ്യ. യേശുവിന്റെ നാമത്തിൽ പ്രിയ റീനാൻഡി, വളരെ നാളുകൾക്ക് ശേഷം ആ പ്രിയദാസിയെ കാണുന്നത് വളരെ സന്തോഷം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എന്നെ സന്തോഷിപ്പിച്ച ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഞാൻ പുകഴ്ത്തി പറയൊന്നുമല്ല കേട്ടോ. ഈ ആൻറ്റിയുടെ മുഖമുണ്ടല്ലോ, പലപ്പോഴും കണ്ണ് ഉള്ളിൽ പോയി ഒരു പാട് ഇരിക്കുന്നതാണ് ഞാൻ കാണുകാറ്. എന്നാൽ ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, ഞാനത് തുറന്ന മനസ്സോടുകൂടെ പറയുകയാ. ഞാൻ വളരെ സുന്ദരിയായ എൻ്റെ റീനാൻഡിയെ ഞാൻ ഇന്ന് കണ്ടത്. എൻ്റെ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് പ്രിയാൻഡിയോട് ഇങ്ങനെ ദൂത് കൈമാറുന്നു, പിടിച്ചു കൊണ്ടുപോയതും തടഞ്ഞു വെച്ചതും നഷ്ടപ്പെടുത്തി കളയുമെന്നും എനിക്ക് കിട്ടിയില്ലേലും വേണ്ട, നിനക്ക് തരത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആയിരിക്കുന്ന സ്ഥലത്ത് നിന്റെ സ്റ്റാറ്റസിനെ തകർത്ത് കളഞ്ഞുകൊണ്ട് പുറത്തിറക്കാൻ കഴിയാതെ വണ്ണം അപമാനത്താൽ മൂടിക്കളയുമെന്നും വാദിച്ചതായ ഒരു ശക്തി പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം വളരെ വ്യക്തതയോടെ ഇടപെടുന്നു. അങ്ങനെയുള്ള വാദഗതികളെ ഉടച്ചു കളഞ്ഞുകൊണ്ട് നഷ്ടപ്പെടുത്തിക്കളയുമെന്ന് തടഞ്ഞു വെച്ചത് നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു, കൽപ്പിച്ച് പ്രാർത്ഥിക്കേ, നിങ്ങളിലേക്ക് അതെല്ലാം ഒഴുകി വരുന്ന സമയം അതിവിദൂരമല്ലെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തതയോടെ ഇടപെടുന്നു. Hallelujah. Hallelujah. Rababala khobare shantane. Arthana പ്രൗഢവനസ്യ. Yes, പരിശുദ്ധാത്മാവ് പ്രിയാന്റി അത് തന്നെ വെളിപ്പെടുത്തുന്നു. കൽപ്പിച്ച് പ്രാർത്ഥിക്കണം. തടഞ്ഞു വെച്ച നന്മകളുണ്ട്, അവകാശങ്ങളുണ്ട്. ഭൗതിക നന്മകളുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു, നഷ്ടപ്പെട്ടു പോകാൻ അനുവദിക്കാത്ത ദൈവ സാന്നിധ്യം, ആ സാന്നിധ്യം ഇന്ന് രാത്രികാലം വിളിച്ചു പറയുന്നു. കൽപ്പിച്ച് പ്രാർത്ഥിക്കുക. 7 ദിവസത്തിനകം വെളിപ്പെടാൻ പോകുന്ന ചില ദൈവ പ്രവൃത്തിയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം വെളിപ്പെടുത്തുന്നു. 7 നാളുകൾക്കുള്ളിൽ വെളിപ്പെടേണ്ട ചില ദൈവ പ്രവൃത്തികളുണ്ട്. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കൽപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ആത്മാവിന്ന് രാത്രികാലം പ്രബോധിപ്പിക്കുന്നു ദൈവദാസിയെ. ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം ഈ രാത്രികാലം വാഴ്ത്തപ്പെടുവാറാകട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയരെ, സങ്കടമുണ്ടപ്പോൾ അവളുടെ സങ്കടം കണ്ടുകൊണ്ട് ദൈവത്തിന് മിണ്ടാതിരിക്കാൻ കഴിയാതെ വണ്ണം ലേയയുടെ ഹൃദയം എന്തുമാത്രം വേദനിച്ചിരിക്കും. നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ. ചെറിയ വിഷയമൊന്നുമല്ല. പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ല. ഒപ്പം കൂട്ടത്തിൽ നിർത്തേണ്ടവർ, ചേർത്ത് നിർത്തേണ്ടവർ തന്നെ കുറിച്ച് അപവാദം പറഞ്ഞു വരത്തുമ്പോഴും ഇല്ലായ്മകൾ പറഞ്ഞു വരത്തുമ്പോഴും മനസ്സ് എത്രമാത്രം നീറിക്കാണും. ദൈവാത്മാവ് എഴുന്നേറ്റ് അവളുടെ സങ്കടത്തെ കാണണമെങ്കിൽ ആ ഹൃദയം എന്തുമാത്രം പിടഞ്ഞിരിക്കും. പ്രിയരെ, ഇന്ന് രാത്രികാലം നമുക്ക് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഒരു പരീക്ഷയും നമ്മുടെ കർത്താവ് നമുക്ക് നൽകത്തില്ല. ആ കർത്താവിന്റെ സാന്നിധ്യം പറയുന്നു, ഇന്ന് രാത്രികാലം പറയുന്നു, നിന്റെ സകല ചിന്തകളും
അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. നിന്റെ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഞാനും നിങ്ങളും പേറിക്കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ലെന്ന്. ഹല്ലേലൂയ. കർത്താവ് അവിടെ നിന്നില്ല കേട്ടോ, അവിടെ നിന്നില്ല. ആ കർത്താവിന്റെ സാന്നിധ്യം മൂന്നാമതൊരു കുഞ്ഞിനെ കൂടെ കൊടുത്തു. മൂന്നാമതൊരു കുഞ്ഞിനെ കൂടെ കൊടുത്തപ്പോൾ വർഷം എത്രയായി കാണും പ്രിയരെ? മൂന്നാമത്തെ വർഷമായില്ലയോ? ഇവൾക്കിപ്പോ സങ്കടപ്പെടാൻ നേരമുണ്ടോ? സങ്കടപ്പെടാൻ നേരമുണ്ടോ? അനിഷ്ടയാണെന്ന് പറഞ്ഞ് വീട്ടിനകത്തിരിക്കാൻ നേരമുണ്ടോ? രണ്ടെണ്ണം വീടിനകത്തുണ്ട്. ഇതാ മൂന്നാമതൊന്ന് ഉദരത്തിൽ കൊണ്ട് നടക്കുന്നു. ആ മൂന്നാമതിനെ തമ്പുരാൻ കരങ്ങളിൽ കൊടുത്തപ്പോൾ ലേയ വിളിച്ചു പറഞ്ഞു, നീ എന്റെ ഭർത്താവിനോട് പറ്റിച്ചേർന്ന് നിൽക്കും. ആ കുഞ്ഞിനെ ലേവി എന്ന് പേർ വിളിച്ചു. ഇന്ന് രാത്രികാലം പറയട്ടെ, ലേയോട് പറ്റിച്ചേർന്ന് നിൽക്കേണ്ടവൻ അവളുടെ ഭർത്താവായിരുന്നു. ആ ഭർത്താവ് അവളോട് പറ്റിച്ചേരുന്നില്ല എന്ന് കണ്ടപ്പോൾ ആ സങ്കടത്തെ ദൂരീകരിപ്പാൻ തക്കവണ്ണം ദൈവാത്മാവ് അവളുടെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ കൊടുത്തു. ഇന്ന് രാത്രികാല ദൈവാത്മാവ് ഇങ്ങനെ വെളിപ്പെടുത്തുന്നു, എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളോട് ചേർന്ന് നിൽക്കേണ്ടവർ, ആശ്വാസത്തിന് നിങ്ങളെ ചേർത്ത് നിർത്തേണ്ടവർ, നിങ്ങളുടെ വേദനകളിൽ നിങ്ങളോട് ചേർന്ന് നിൽക്കേണ്ടവർ, നിങ്ങളെ മാറ്റി നിർത്തുന്നുവെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവാത്മാവിനാൽ വിളിച്ചു പറയുന്നു, നിങ്ങളെ ചേർത്ത് നിർത്തുവാൻ തക്കവണ്ണം ഒരുവനുണ്ട് കേട്ടോ. എന്റെ നിങ്ങളെ കർത്താവായ ആ യേശു രാത്രികാലം പറയുന്നു, നിന്റെ വേദനകളുടെ നടുവിൽ, നിന്റെ സങ്കടങ്ങളുടെ നടുവിൽ, നിന്റെ കണ്ണുനീരിന്റെ നടുവിൽ മറ്റാരും നിന്നോട് ചേർന്ന് നിർന്നില്ലെങ്കിൽ, നിന്നെ ചേർത്ത് നിർത്തിയില്ലെങ്കിൽ, നിന്നെ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവം തമ്പുരാനുണ്ട്. ജോഷുവ ഷാജൻ എന്ന ഡിവൈസിലിരിക്കുന്ന യൗവനക്കാരാ, പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, നിന്റെ ഹൃദയത്തിന്റെ വേദന കണ്ട്, നിന്റെ ഹൃദയത്തിന്റെ ഒറ്റപ്പെടൽ കണ്ട് നിന്നെ ചേർത്ത് നിർത്താൻ യേശു തമ്പുരാനുണ്ട്. ആ തമ്പുരാൻ ഇന്ന് രാത്രികാലം എന്റെ പ്രിയ മകനെ എന്ന് വിളിച്ച് ആ മാർവോട് ചേർപ്പാൻ ആഗ്രഹിക്കുന്ന യൗവനക്കാരാ, വേറൊന്നിനുമല്ല കേട്ടോ. ഈ വരുന്ന നാളുകളിൽ അടുത്ത തലമുറയ്ക്ക് ഒരു ദലം പകരുവാൻ, അടുത്ത തലമുറയ്ക്ക് ഒരു സാക്ഷ്യമായി നിൽപ്പാൻ തമ്പുരാൻ നിന്നെ കണ്ടിട്ടുണ്ടെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല, ഞാൻ നിങ്ങൾ എന്നെ അറിയത്തില്ല. എന്നാൽ ദൈവാത്മാവ് പറയുന്നു, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ജനിക്കുന്നതിന് മുന്നമേ നിന്നെ കണ്ടവനാ. നീ നടന്നു പോകേണ്ടതും നീ കടന്നു പോകേണ്ടതുമായ ചില ശോധനകളുടെ വഴികളുണ്ടായിരുന്നു. ആ വഴികളിലൂടെ നീ നടന്നു പോകുമ്പോഴും ദൃഷ്ടി മാറ്റാത്ത ഒരു കർത്താവിന്റെ സാന്നിധ്യം നിന്റെ മേലുണ്ടായിരുന്നു പ്രിയരെ. ഇന്ന് രാത്രികാലം ആ സാന്നിധ്യം വിളിച്ചു പറയുന്നു, നിന്നെ മാർവോട് ചേർപ്പാൻ, നിന്നെ മാറോട് ചേർപ്പാൻ, നിന്നെ പറ്റിച്ചേർന്ന് നിൽപ്പാൻ ആ തമ്പുരാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം ആത്മാവ് വളരെ വ്യക്തതയോടെ ഇടപെടുകയാ. കോഴി തന്റെ കുഞ്ഞിനെ മറയ്ക്കും പോലെ സഹോദര, നിങ്ങളോട് ദൈവാത്മാവ് ഇങ്ങനെ ഇടപെടുന്നു. കോഴി തന്റെ കുഞ്ഞിനെ മറയ്ക്കുന്നത് പോലെ. ആ മറയ്ക്കുന്നതിന് കാര്യങ്ങൾ വ്യത്യസ്തമുണ്ട് കേട്ടോ. ഒന്ന്, കുഞ്ഞ് പുറത്തുള്ളതൊന്നും കണ്ട് ഭയപ്പെടാൻ ഇടവരുത്താതെ വണ്ണം തള്ളക്കോഴി തന്റെ ചിറക് കൊണ്ട് നിന്റെ കണ്ണിനെ മറയ്ക്കും. ആ മറയ്ക്കുന്നതോടുകൂടെ ആ മാറിൽ നിന്നും പടരുന്ന ചൂടുണ്ടല്ലോ, ആ ചൂടോട് നിന്നെ ചേർത്ത് നിർത്തുമ്പോൾ നിന്റെ ഹൃദയം പിടയ്ക്കുന്നത് അറിയുന്ന ആ പിതാവിന്റെ സാന്നിധ്യം നിന്നിലേക്ക് ആ ചൂട് പകർന്ന് നിന്റെ പേടിയെ മാറ്റി, നിന്റെ വേദനയെ മാറ്റി, നിന്റെ ഹൃദയത്തെ സ്വസ്ഥമാക്കുന്ന ആ പിതാവിന്റെ ചൂട് എന്നിങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ട് കേട്ടോ. പരിശുദ്ധാത്മാവ് പറയുന്നു, ആ അമ്മാവോട് നിന്നെ ചേർത്ത് നിർത്താൻ ദൈവഹിതമാണെന്ന് ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു സഹോദര.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം വിളിച്ചു പറയട്ടെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് നേരെ എത്ര വലിയ ഹാമാന്മാർ പൊന്തി എന്ന് പറഞ്ഞാലും, എത്ര വലിയ കഴുമരങ്ങൾ പൊന്തി എന്ന് പറഞ്ഞാലും, എനിക്കും നിങ്ങൾക്കും വേണ്ടി മറുപടി കൊടുക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. റിഖാബന ശന്ധനെ സോഫിയ സെബാസ്റ്റ്യൻ എന്ന ഡിവൈസിലിരിക്കുന്ന മാതാവേ, ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, പ്രാർത്ഥനകൾക്കെല്ലാം മറുപടിയുണ്ട് കേട്ടോ, മറുപടിയുണ്ട്. വെറുതെ നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് കളയുന്നതല്ല. ഈ കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചിട്ട് മറുപടി ലഭിക്കാതിരിക്കുമ്പോൾ ആ വിഷയത്തെ വീണ്ടും പ്രാർത്ഥിക്കാതിരിക്കുന്നുവെങ്കിലും ദൈവാത്മാവ് പറയുന്നു, അതിന്റെ പൂർത്തീകരണത്തിന് ദൈവത്തിനൊരു സമയമുണ്ട്. ആ സമയത്ത് ദൈവാത്മാവ് അതിനെ പൊടി തട്ടിയെടുത്ത് അതിനുള്ള മറുപടി പ്രിയ മാതാവേ നിങ്ങളുടെ കരങ്ങളിൽ നൽകി തരുന്ന നാളുകൾ മുമ്പിലുണ്ടെന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രികാലം ദൂത് കൈമാറുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ദൈവാത്മാവിനാൽ പറയട്ടെ, ലേയ അനിഷ്ടയാണെന്ന് കണ്ടത് ലോകമല്ല കേട്ടോ, ലേയ അനിഷ്ടമാണെന്ന് കണ്ടത് ആത്മാവാ. ലേയ അനിഷ്ടയാണെന്ന് അവളുടെ അപ്പനും അമ്മയും അറിഞ്ഞില്ല, അവൾ താമസിക്കുന്ന സ്ഥലത്തുള്ളവർ അറിഞ്ഞില്ല. കാരണം ഇവരെല്ലാവരും ചേർന്ന ലേയ അനിഷ്ടയാക്കി മാറ്റിയത്. പക്ഷേ ചേർത്തു നിർത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. മിനി മാത്യു എന്ന ഡിവൈസിലിരിക്കുന്ന മാതാവേ, പരിശുദ്ധാത്മാവ് പറയുന്നു, പലപ്പോഴും ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ടോ? ഇന്ന് രാത്രികാലം ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നു, നിങ്ങളെ കൈവിടാത്ത ഉപേക്ഷിക്കാത്ത ആ ദൈവ സാന്നിധ്യം പരിശുദ്ധാത്മാവിന്റെ വ്യക്തതയോടെ ഇടപെടുന്നു. ഓ ശാഫാല ഗോപന ശാന്തരേ അർബന റിഖാനറബന ഹദുനി പ്രൗഢന രീബലഗട ഗാരഗടഗസ്യ. പ്രാർത്ഥിച്ച വിഷയങ്ങൾക്കെല്ലാം മറുപടി കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന നാളുകൾ മുമ്പിലുണ്ട്. ഒരുങ്ങി പ്രാർത്ഥിച്ചു കൊള്ളുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ദൂത് കൈമാറുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നയമ മോൾ, I think you are from Saudi. Hallelujah. ഇന്ന് രാത്രികാലം സഹോദരി പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, ആ ദേശത്തേക്ക് കൊണ്ടുവന്നത് വ്യക്തമായ പദ്ധതിയോടെ. ഉടവന റിഖാനറവ ഹസ്തന പ്രൗഢവനഗസ്യ ലഖവന ശന്ധരെ മുള്ളുകളിൽ മേൽ നടക്കുന്ന അവസ്ഥ ഇന്ന് രാത്രികാലം വെളിപ്പെടുത്തുന്നു. ആ അവസ്ഥകൾക്ക് മാറ്റം വരാൻ പോവുകയാ. ഉൾക്കടൽ എങ്ങനെ ഇളകി മറയുന്നുവോ അതുപോലെ ഇളകി മറയുന്ന മാനസികാവസ്ഥ. പരിശുദ്ധാത്മാവ് പറയുന്നു, കാറ്റിനെ ശാസിച്ചവൻ, കടലിനെ അടക്കിയവൻ നിന്റെ പടകിന്റെ അമരത്തുണ്ടെന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രികാലം വളരെ വ്യക്തതയോട് ഇടപെടുകയാ. ഉടവന ജുടവല റിഗനാരക രധുനി പ്രൗഢവനഗസ്യ പ്രാർത്ഥന റഭോനി റഖൽക്കരാരക ഹസ്തരെ പ്രൗഢരാജ. വരുന്ന ആളുകളിൽ ദൈവത്തിന്റെ വലിയ പദ്ധതികൾ പ്രിയ സഹോദരി വെളിപ്പെടാനുണ്ട്. നിങ്ങൾ വിശ്വാസത്തോടെ എൻ്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലുമെന്ന് ഉറച്ച് വിശ്വസിക്കാൻ തയ്യാറാണോ? എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടക്കുമെന്ന് ഉറപ്പോടെ വിളിച്ചു പറയാൻ തയ്യാറാണോ? നിങ്ങളെ ഹൃദയത്തിന്റെ പലകയിൽ എഴുതുവാൻ തയ്യാറാണോ? പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, നിങ്ങളെ ഈ മതിൽ ചാടിക്കടത്തും. ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാ. ഈ ലേയ അനിഷ്ടയാണെന്ന് കണ്ടപ്പോൾ ലേയയ്ക്ക് 3 പൈതങ്ങളെ കൊടുത്തു. ഒറ്റയടിക്കാൻ ഞാൻ പറയുന്നത് കേട്ടോ. 30-ാം അധ്യായത്തിൽ ഇനിയും ലേയ പ്രസവിക്കുന്നുണ്ട്. എന്നാൽ 29-ാം അധ്യായത്തിന്റെ 31 മുതൽ അവസാനം വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ലേയയ്ക്ക് തമ്പുരാൻ അവിടെ കൊടുക്കുന്നത് 4 തലമുറകളാ. 4 തലമുറകളാ ലേയയ്ക്ക് കൊടുക്കുന്നത്.
ഇന്ന് രാത്രികാല ഹോ റഖാപന ശന്ധനെ അർത്ഥന പ്രൗഢവനഗസ്യ റുഢാപന ശന്ധന. യേശുവിന്റെ നാമത്തിൽ LC ഷാജൻ എന്ന ഡിവൈസിലിരിക്കുന്ന സഹോദരി പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം വെളിപ്പെടുത്തുന്നു പ്രാർത്ഥനകൾക്കുള്ള മറുപടി. ഓ റിഖാന റബന ഹദുനി പ്രൗഢമനഗസ്യ. ഓരോ ദിവസവും എങ്ങനെ കഴിഞ്ഞു പോകുമെന്നുള്ള ആകുല ചിന്തകളാൽ പകൽ മുഴുവൻ നിന്റെ ഹൃദയം ഭാരപ്പെടുന്നത് പരിശുദ്ധാത്മാവ് പറയുന്നു. കണ്ണുനീരിന് ദുരുത്തിയെ ശേഖരിച്ചു വെക്കുന്ന ആ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രികാലം വെളിപ്പെടുത്തുന്നു. നിന്റെ കണ്ണുനീർ ഒരിക്കലും ഒരിടത്തും ഒഴുകിപ്പോയതല്ല, അതിൽ തുരുത്തിയെ ശേഖരിച്ചു വെക്കുന്നുണ്ട്. നാളുകൾക്കപ്പുറം നിന്റെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി നിന്റെ കരങ്ങളിൽ തന്നെ വന്നു ചേരുക ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം വ്യക്തതയോടെ ദൂത് കൈമാറുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. റിഖാബന ശന്ധനെ അർത്ഥന പ്രൗഢവനഗസ്യ രഥോനി പ്രൗഢവനകം ഉടവല റിഗന രഥുനി പ്രൗഢരാജ. യാസ് ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് പറയുന്നു, ഓ ശഖേബലലഖോബനെ ശന്ധനെ എസ്തരേ, നീ ധൈര്യത്തോടെ പ്രാർത്ഥനയോടെ കാലെടുത്ത് വെക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ ഷാലി പീറ്റർ ഖണ്ടോർ പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ ഒഴുക്ക് നിന്നിട്ട് ഞാൻ അക്കരയ്ക്ക് പോകാമെന്ന് വിചാരിച്ചാൽ പോകാൻ നിനക്ക് സാധിക്കത്തില്ല. എന്നാൽ ഓ റിഖാബന ശന്ധനെ വിശ്വാസത്തോടുകൂടെ നിന്റെ കാലെടുത്ത് യോർദാനിലേക്ക് വെക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ അതിന്റെ ഒഴുക്കിനെ തടയുന്നവൻ നിന്റെ മുമ്പിലുണ്ട് കേട്ടോ. നീ കാലെടുത്ത് വെക്കാൻ തയ്യാറായാൽ ചില വിഷയങ്ങളിന്മേൽ തീരുമാനമെടുക്കാൻ കഴിയാതെ, ചില വിഷയങ്ങളിന്മേൽ ഉറക്കെടുക്കാൻ കഴിയാതെ ഉണ്ടോ, മനസ്സ് ചഞ്ചലപ്പെട്ടിരിക്കുന്നുവോ, പരിശുദ്ധാത്മാവ് പറയുന്നു ഉറച്ച വിശ്വാസത്തോടെ നീ കാലെടുത്ത് വെക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ പരിശുദ്ധാത്മാ ഇന്ന് രാത്രികാലം വെളിപ്പെടുത്തുന്നു. സഹോദരി, നിന്റെ മുമ്പിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന യോർദാന്റെ ഒഴുക്കിനെ നിർമ്മലമാക്കുന്ന ആ ദൈവ സാന്നിധ്യം നിന്റെ കാൽ ഉറച്ച മണ്ണിൽ തന്നെ ഉറച്ച് നീ അക്കരെ കടക്കുമാറ് ദൈവത്തിന്റെ പദ്ധതി നിന്റെ മുൻപറയായി പിൻപറയായി ഉണ്ടായിരിക്കുമെന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രികാലം ദൂത് കൈമാറുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ പരിശുദ്ധമായ നാമം ഈ രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോഹോ എന്നലധുനി പ്രൗഢന റിഭാന ഹസ്തന പ്രൗഢരാജ റീഫലഘടകാരഘടകസ്യ. ഓ ഇന്ന് രാത്രികാലം ഓ ശഖബലലധോനി പ്രൗഢന റീഖാബന ശന്ധനെ ജസ്ലി റോബിൻ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ ചേർത്ത് നിർത്തേണ്ടവർ ഇനിയുള്ള കാലം മകളെ നിന്നെ ചേർത്ത് നിർത്തുന്ന സമയമാ, നിന്നെ ചേർത്ത് നിർത്തുന്ന സമയമാ. പ്രാർത്ഥനകളൊന്നും മറുപടി ലഭിച്ചിട്ടില്ല, നീ വിഷയങ്ങൾക്ക് അധികം മറുപടി ലഭിച്ചിട്ടില്ല. പക്ഷേ തളരാതെ പതരാതെ വിശ്വാസത്തോടെ നീ നിൽക്കുന്നുവെങ്കിൽ നിനക്ക് മറുപടി തരേണ്ടവൻ ഓ റഖബന ശന്ധനെ അദനാരി ഖാനറബന ഹദുനി പ്രൗഢമനഗസ്യ. പരിശുദ്ധാത്മാവ് വളരെ വ്യക്തതയോടെ ഇടപെടുന്നു. ചേർത്ത് നിർത്തേണ്ടവൻ, പറ്റിച്ചേർന്ന് നിൽക്കേണ്ടവൻ, അവർ നിന്നെ ചേർത്ത് നിർത്തുവാൻ തക്കവണ്ണം ദൈവത്തിന് ചില പദ്ധതികൾക്ക് രൂപം കൊടുക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ യേശുവിന്റെ നാമം ഉടവന ശന്ധനെ അർമന റിഭാന രഗൽകടാരക അർത്ഥന പ്രൗഢരാജ റീബലഘടകാരഘടകസ്യ. കല എന്ന ഡിവൈസിലിരിക്കുന്ന സഹോദരി പരിശുദ്ധാത്മാവ് ഷഖേബലലധോനി അർമനാരിഖാന റബന ഹസ്തനെ പ്രൗഢരാജ റീബലഘടകാരഘടകസ്യ. ആരോട് ആലോചന ചോദിക്കും അല്ലേ? റിഖാബന ശന്ധനെ അർത്ഥന പ്രൗഢമനഗസ്യ. ദൈവിക ആലോചന ചോദിപ്പാൻ പ്രാർത്ഥനയ്ക്ക് മറുപടി എങ്ങനെ ലഭിക്കും? ഞാൻ ഈ ദിനങ്ങളിൽ കടന്നു പോകുന്നതായ അഗ്നിയുടെ അവസ്ഥ മുമ്പോട്ട് കാലുവെക്കാൻ കഴിയാതെ വണ്ണം ജീവിത പ്രതികൂലങ്ങൾ നിങ്ങളെ തകർത്തു കളയുമെന്ന് ചോദിക്കുന്ന, ചിന്തിക്കുന്ന, പേടിക്കുന്ന വിഷയങ്ങളുടെ മധ്യയാണോ? എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം പ്രിയ സഹോദരി നിങ്ങളോട് ഇങ്ങനെ വിളിച്ചു പറയുന്നു, റഭന റഹോനി പ്രൗഢമനഗസ്യ. നിങ്ങൾക്ക് വേണ്ടി ജാഗരിക്കുന്ന ഒരുവനുണ്ട്. ഉന്നതന് മീതെ വ്യാപരിക്കുന്ന അത്യുന്നതന്റെ സാന്നിധ്യം, ഉന്നതന് മീതെ വ്യാപരിക്കുന്ന അത്യുന്നതന്റെ സാന്നിധ്യം, ആ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം പ്രിയ
പ്രിയ സഹോദരി, നിങ്ങളോട് വിളിച്ചു പറയുന്നു, നിങ്ങളുടെ പ്രതികൂലങ്ങളുടെ മധ്യേ ഒരു പാറയായി, നിങ്ങളുടെ പ്രയാസങ്ങൾക്ക് മുമ്പേ ഒരു കോട്ടയായി ആ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുമെന്ന് ദൈവാത്മാവിന് രാത്രികാലം ദൂത് കൈമാറുകയാണ്. തകർത്ത് കളയാൻ ഒരുപാട് പേരുണ്ട്, ഉടച്ചു കളയാൻ ശ്രമിക്കുന്നവരുണ്ട്. എന്നാൽ ദൈവാത്മാവ് പറയുന്നു, നിന്നെ തകർക്കുവാനോ നിന്നെ ഉടച്ചു കളയുവാനോ അനുവദിക്കാത്ത ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഊരി പിടിച്ച വാളുമായി ദൂതന്മാർ കാവൽ നിൽക്കുന്നെന്ന് ദൈവാത്മാവിന് രാത്രികാലം ദൂത് കൈമാറുകയാണ്. ഹല്ലേലൂയ. എന്നെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം ലേയ അനിഷ്ടയാണെന്ന് കണ്ടപ്പോൾ തമ്പുരാൻ അവൾക്ക് 3 തലമുറകളെ കൊടുത്തു. അതിന് 3നും മറുപടി ഉണ്ടായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ അതിന് 3നും കാരണമുണ്ടായിരുന്നെന്ന്. 1 സങ്കടം കണ്ടപ്പോഴാണ് കിട്ടിയത്. 2 അവൾ അനിഷ്ടയാണെന്ന് കണ്ടപ്പോഴാണ് കിട്ടിയത്. 3 അവൾ ഒറ്റപ്പെട്ടവളാണെന്ന് കണ്ടപ്പോഴാണ് അവൾക്ക് കിട്ടിയത്. ഇന്ന് രാത്രികാലം ഓർത്തോണം, നീ സങ്കടപ്പെട്ടവളാണോ? നിനക്കൊരു വാതിൽ തുറക്കുക. നിനക്ക് സങ്കടപ്പെടുന്ന നിന്റെ സങ്കടത്തിന്റെ മധ്യേ ഒരു വാതിൽ തുറക്കുവാനുണ്ട്. സീത എന്ന ഡിവൈസിൽ ഇരിക്കുന്ന മാതാവേ, സങ്കടത്തിന് ബദലായി ഒരു വാതിൽ തുറക്കുമെന്ന് ദൈവാത്മാവിന് രാത്രികാലം ആ മാതാവിനോട് ദൂത് കൈമാറുകയാണ്. ഹല്ലേലൂയ. സങ്കടപ്പെട്ടവളാണോ, സങ്കടപ്പെട്ടവനാണോ? വാതിൽ തുറക്കും കേട്ടോ, വാതിൽ തുറക്കും. അനിഷ്ടയാണെന്ന് കണ്ടപ്പോൾ അവൾക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു. അനിഷ്ടയാണെന്ന് കണ്ടപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ ജൂലിയ വർഗീസ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാ. അനിഷ്ടയാ, ഓ സങ്കടം കൊണ്ട് ഞാൻ പറയട്ടെ, ഒരു ഡാം തകർന്നു പോകുന്ന പോലെ ഓളിയിട്ട് കരയുവാൻ നിങ്ങൾ മനസ്സ് വെമ്പുന്നുണ്ട്. നിങ്ങൾ ഈ മുമ്പിലിരിക്കുമ്പോഴും ഈ ഡിവൈസിലിരിക്കുമ്പോഴും പാത്രത്തിനകത്ത് വെള്ളം തിളച്ചു മറയുന്നൊരവസ്ഥയാ നിങ്ങളുടെ അവസ്ഥയെന്ന ദൈവാത്മാവിന് രാത്രികാലം പരിശുദ്ധാത്മാവ് പറയാ, മറുപടിയുണ്ട് കേട്ടോ, മറുപടിയുണ്ട്. നിന്റെ സങ്കടത്തിന് മറുപടിയുണ്ട്, നിന്റെ സങ്കടത്തിന് മറുപടിയുണ്ടെന്ന് ഒന്ന് വാ തുറന്ന് സ്തോത്രം പറ സഹോദരി. ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ, നിങ്ങൾ എന്നെ കണ്ടിട്ടില്ലല്ലോ, എന്നാൽ നിങ്ങളെ കണ്ടതായ ദൈവാത്മാവ് വിളിച്ചു പറയുകയാ, നിന്റെ സങ്കടത്തിനൊരു മറുപടിയുണ്ട്. ഈ രാത്രികാലം നിങ്ങൾ സങ്കടപ്പെട്ടവളാണോ അല്ലയോ? നിങ്ങൾ സങ്കടപ്പെട്ടവളാണെങ്കിൽ, സങ്കടമുള്ളവളാണെങ്കിൽ, ഒറ്റപ്പെട്ടവളാണെങ്കിൽ, അനിഷ്ടയാണെങ്കിൽ, ഇന്ന് രാത്രികാലം ഇപ്പോൾ ദൈവസന്നിധിയിൽ നിങ്ങൾ വാ തുറന്ന് ദൈവത്തിന് നന്ദി പറയാൻ സാധിക്കും. പരിശുദ്ധാത്മാവ് വളരെ വ്യക്തതയോടെ ഇടപെടുക. മേരിക്കുട്ടി സാമുവേൽ എന്ന ഡിവൈസിലിരിക്കുന്ന മാതാവേ, പരിശുദ്ധാത്മാവ് പറയുന്നു, ചിലതിനെ പണിതെടുപ്പാൻ, ചിലതിന് വേണ്ടി ഇടിവിൽ നിൽപ്പാൻ ദൈവാത്മാവിന് ഇനിയും നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട് മാതാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. റഖവന ശാന്തന ഇന്ന് രാത്രികാലം ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം പറയുന്നു, ചിലതിന് ചൂട് പകർന്നു കൊടുപ്പാൻ, ചിലതിനെ ചേർത്ത് നിർപ്പാൻ, ചിലതിനെ പണിതെടുപ്പാൻ. മാതാവേ, പ്രായം ഒരു പ്രശ്നമല്ലെന്ന് കരുതി നിങ്ങൾ കാലെടുത്ത് വെക്കാൻ തയ്യാറാണോ? ചിലതിനെ പണിതെടുപ്പാൻ തക്കവണ്ണം ദൈവാത്മാവ് നിങ്ങളിലൂടെ പ്രവർത്തിക്കുമെന്ന് ഇന്ന് രാത്രികാലം ആത്മാവ് ദൂത് കൈമാറുകയാ. ഇതിനകത്തായിരിക്കുന്ന പ്രിയരെ, ലേയ അനിഷ്ടയാണെന്ന് കണ്ടപ്പോൾ ദൈവാത്മാവ് ഇറങ്ങി വന്ന് പ്രവർത്തിച്ചതുപോലെ ഇന്ന് രാത്രികാലം പറയട്ടെ, എനിക്കും നിങ്ങൾക്കും ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ കഴിയാത്ത ചില മേഖലകളുണ്ട്, ചില മണ്ഡലങ്ങളുണ്ട്. അവിടെ ഇറങ്ങിച്ചെന്ന് ഏത് അസ്ഥിയെയും തുളച്ചു കരയുന്ന ഇരുവായ്ത്തല വാൾ പോലെ ദൈവാത്മാവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി ഇറങ്ങി ചെല്ലുക തന്നെ ചെയ്യും. ചെല്ലുക മാത്രമല്ല, അവന്റെ പ്രവൃത്തി വെളിപ്പെടുത്തി തന്നെ ആ വചനം തീരത്തുള്ളൂ.
ആയതിനാൽ ഇന്ന് രാത്രികാലം സുജാതന്നെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ സങ്കടപ്പെട്ടവളാണോ, നീ ഒറ്റപ്പെട്ടവളാണോ, നീ വേദനിക്കപ്പെട്ടവളാണോ? പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, നിനക്ക് വേണ്ടി കരുതുന്നവന്റെ കരുതൽ ഈ നാളുകളിൽ നീ അനുഭവിച്ചറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന നാളുകളുണ്ടെന്ന് ദൈവാത്മാവ് ദൂത് കൈമാറുകയാ. ഓ രേഖവന ശന്തനെ, ഇന്ന് രാത്രികാലം എനിക്ക് തന്ന സമയം എന്നറിയിക്കാം. എന്നാൽ ഇന്ന് രാത്രികാലം പറയട്ടെ, നിങ്ങൾ സങ്കടപ്പെട്ടവളാണോ, നിങ്ങൾ ഒറ്റപ്പെട്ടവളാണോ, നിങ്ങൾ അനിഷ്ടയാണോ? ദൈവം തമ്പുരാൻ കരുതും കേട്ടോ. അവസാനം ലേയയ്ക്ക് ഒരു തലമുറയെ കൂടെ കൊടുത്തു. ആ തലമുറയ്ക്ക് കൊടുത്തപ്പോൾ അവൾ അവനെ യഹൂദ എന്ന് പേർ വിളിച്ചു. എന്തെങ്കിലും കാരണമുണ്ടായിരുന്നോ? ഒരു കാരണവുമില്ല. എന്നാൽ അവൾ നിൽക്കാൻ തയ്യാറായതുകൊണ്ട് അവൾക്ക് കാരണമില്ലാതെയും തലമുറയെ കൊടുത്തു. ഇന്ന് രാത്രി പറയട്ടെ, പ്രാർത്ഥനകൾക്ക് മാത്രമല്ല മറുപടി. ചില വിഷയങ്ങളിൽ എന്നെ നിങ്ങളെ ഉറപ്പിപ്പാൻ തക്കവണ്ണം, എന്നെ നിങ്ങളെ ബലപ്പെടുത്തുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഞാനും നിങ്ങളും ചോദിക്കുന്നതിന് മുന്നമേ ചില മറുപടികൾ നമുക്ക് നൽകി തരും. ഹല്ലേലൂയ. ലേയ അനുഗ്രഹിച്ച ദൈവം ലേയ ഒറ്റപ്പെടുത്തിയവളെ ഗർഭത്തെ അടച്ചു കളഞ്ഞപ്പോൾ ലേയ്ക്ക് മാത്രം ഒരു ഗർഭത്തെ തുറന്നു. അതിലൂടെ അവൾക്ക് 4 തലമുറ ബാക്ക് ടു ബാക്കായി കടന്നു വന്നു. ആ 4 തലമുറകളിൽ 3നും കാരണമുണ്ടായിരുന്നു. 4ാമത്തത് അവളുടെ ബോണസായിരുന്നു. ഈ നാളുകളിൽ ഈ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് നിങ്ങൾ ഓരോരുത്തരും ആശീർവാദം പറഞ്ഞെഴുന്നേൽക്കുമ്പോൾ തമ്പുരാന്റെ നാമത്തിൽ ഞാൻ ഇന്ന് രാത്രികാലം പ്രഖ്യാപിക്കുന്നു, പ്രാർത്ഥനകൾക്കുള്ള മറുപടി മാത്രമല്ല കേട്ടോ, ചോദിക്കാത്തതിനുള്ള മറുപടി കൂടി, നിങ്ങൾ ചോദിക്കാത്ത വിഷയങ്ങൾക്കുള്ള മറുപടി കൂടി നമ്മുടെ അവസ്ഥകളെ അറിഞ്ഞു നൽകുന്ന ദൈവം തമ്പുരാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ പകരുവാൻ പോകുന്നുവെന്ന് ഇന്ന് രാത്രികാലം ദൈവാത്മാവ് ദൂത് കൈമാറുകയാ. ഈ വാക്കുകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ ഒരു അവസരം നൽകി തന്ന പ്രിയ ബീനാൻഡി അജയ് നിങ്ങളോടുള്ള ദൈവനാമത്തിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. സമയം കടന്നുപോയി, 11 മിനിറ്റ് കൂടിപ്പോയി. ദൈവനാമത്തിൽ നിങ്ങൾ ക്ഷമിക്കുക, അല്ലാതൊരു നിവൃത്തിയുമില്ല. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.